വീണ്ടും സ്വാഗതം. ഇനിയിപ്പോൾ സംവിധായകൻ ഷാഫിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഷാഫിയുടെ അന്ത്യം. 57 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. മായാവി, തൊമ്മനും മക്കളും, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ചട്ടമ്പിനാട്, പുലിവാൽ കല്യാണം, കല്യാണരാമൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. കലൂർ കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 12 മണിവരെ പൊതുദർശനമുണ്ടാകും. കറുകപ്പള്ളി ജുമാ മസ്ജിദിൽ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഖബറടക്കം. തുടക്കം മുതൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അതുമുതൽ ഇങ്ങനെ നിരന്തരം വിളിക്കുകയും കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഇനി വർക്ക് ചെയ്യാനും ഒക്കെ ഒത്തിരി മോഹിച്ചതിനിടയ്ക്കാണല്ലേ അന്ന് പെട്ടെന്ന് പോയി. പ്രയാസമുണ്ട് എല്ലാവർക്കും, കുടുംബം വേദനിക്കുന്ന പോലെ തന്നെ കൂട്ടുകാർക്കും ആയിരിക്കും തോന്നും. ലിഡിയ ജേക്കബ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്നും. ലിഡിയ, ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വീട്ടിലേക്ക് അദ്ദേഹത്തെ അവസാനമായൊരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇനിയിപ്പോൾ മൃതദേഹം ഹാളിലേക്ക് മാറ്റുന്നതടക്കമുള്ള ചടങ്ങുകൾ? വീട്ടിൽ എത്ര നേരം പൊതുദർശനം ഉണ്ടാകും? ജിൽസി, മൃതദേഹം ഇപ്പോൾ ഉള്ളത് കൊച്ചി എളമക്കര കീർത്തി നഗറിലെ വീട്ടിലാണ്. ഒരു അല്പസമയം കൂടി ഇവിടെ പൊതുദർശനമുണ്ടാകും. ഏകദേശം ഒരു 9 മണിയോടെ മൃതദേഹം കലൂർ മണാട്ടിപ്പറമ്പിലെ കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 9 മണിയോടെ മൃതദേഹം ഇവിടെ നിന്നും വീട്ടിൽ നിന്നും എടുക്കും. അത് കഴിഞ്ഞ് 12 മണി വരെയാണ് പൊതുദർശനം, ഈ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. 12 മണിക്ക് ശേഷം വീണ്ടും വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. നിരവധി പ്രമുഖരാണ് ഈ 2 ദിവസമായി ഷാഫി ആശുപത്രിയിലുള്ളപ്പോൾ മുതൽ നിരവധി പ്രമുഖരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ ഒരുപാട് പേർ വന്നിരുന്നു. പ്രമുഖർ ഒരുപാട് പേർ ആശുപത്രിയിൽ എത്തി ഷാഫിയെ കണ്ടിരുന്നു. ഇന്നലെയൊക്കെയായി മമ്മൂട്ടിയും ഒപ്പം ഈ സംവിധായകരും സിനിമാ രംഗത്തെ പ്രമുഖരുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിന് മുൻപും ഈ ഇന്ദ്രൻസും ഒപ്പം ലാലടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഷാഫിയെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രമുഖർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗത്തെ പ്രമുഖർ, കൂടെ ജോലി ചെയ്ത സംവിധായകർ, ഒപ്പം അങ്ങനെ നിരവധി ആളുകൾ, സിനിമാ രംഗത്തെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെയും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൈകുന്നേരം 4 മണിക്ക് കറുകപ്പള്ളി ജുമാ മസ്ജിദിലാണ് ഖബറടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പൊതുദർശനത്തിന് ശേഷം വീണ്ടും വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. ഈ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാള സിനിമയ്ക്ക് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരു ചിരിക്കാലത്തിൻ്റെ അവസാനമാണ് ഈ ഷാഫിയുടെ ഒരു അന്ത്യം എന്ന് പറയുന്നത്. പലപ്പോഴും എല്ലാവരും പറയുന്നത് പോലെ ഒരു ഷാഫിയുടെ സിനിമകൾ എന്ന് പറയുന്നത് മലയാളിയുടെ നിത്യജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അല്ലെങ്കിൽ മലയാളി നിത്യജീവിതത്തിൽ ദിവസേന ഉപയോഗിക്കുന്ന ഡയലോഗുകൾ, ദിവസേന നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ ഷാഫിയുടെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഷാഫി നിർമ്മിച്ചെടുത്ത കഥാപാത്രങ്ങൾ, ദശമ്പൂലം ദാമു, പൂഞ്ഞിക്കരയും അതുപോലെ ഈ മണവാളിനും അടക്കമുള്ള കഥാപാത്രങ്ങൾ, ഷാഫി ഈ നിർമ്മിച്ചെടുത്ത കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് സെറ്റർ, അല്ലെങ്കിൽ ഒരു ഇപ്പോഴും ഈ ട്രോളുകളിലും മീമുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കാലത്തിൽ വരെ അത്രയധികം പ്രസക്തമായ, അത്രയധികം ആളുകൾ ഉപയോഗിക്കുന്ന, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച്, അല്ലെങ്കിൽ ഒരുപടി ചിത്രങ്ങൾ സമ്മാനിച്ചാണ് ഷാഫി മടങ്ങുന്നത്. ഒരു കൊച്ചിയിൽ തന്നെയായിരുന്നു ഷാഫിയുടെ ഒരു ജനനവും അതല്ലെങ്കിൽ ഒരു വളർച്ചയും ഒക്കെ കൊച്ചിയിൽ തന്നെയായിരുന്നു. ഒരു സിനിമാ സ്കൂൾ എന്ന് പറയുന്നത് ചേട്ടനായ റാഫിയുടെയും മെക്കാട്ടിൻ്റെയും സിനിമകളിലും ആ സിനിമകളിൽ വർക്ക് ചെയ്ത് ഉള്ള പരിചയം തന്നെയാണ്. അതായിരുന്നു ഷാഫിയുടെ ഒരു സിനിമാ സ്കൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഒരു സ്വതന്ത്ര സംവിധായകനായി ഇങ്ങോട്ടേക്ക് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. വൺമാൻ ഷോയിലൂടെ ഒരു സ്വതന്ത്ര സംവിധായകനായി കടന്നു വരുന്നു. ഒരു ആദ്യകാലം മുതൽ ഒരു ജനിച്ച അല്ലെങ്കിൽ ഒരു ഓർമ്മ വെച്ച മുതൽ ഷാഫിയുടെ ജീവിതം എന്ന് പറയുന്നത്, ജീവിതം അറിയുന്നതിനേക്കാൾ ഷാഫി അറിഞ്ഞത് സിനിമയായിരുന്നു എന്ന് ഷാഫി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക്, അല്ലെങ്കിൽ സിനിമയെ സംസാരിക്കുക, വീട്ടിലുള്ള ആളുകൾ സിനിമ സംസാരിക്കുക,
നാടക കലാകാരന്മാരും മിമിക്രി താരങ്ങളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ആളുകൾ, കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ചിന്തിച്ചതും ജീവിച്ചതുമൊക്കെ ഒരു സിനിമ ലക്ഷ്യം കണ്ടുകൊണ്ടാണ്. അതിലേക്ക് തന്നെ വരാനുള്ളൊരു പരിശ്രമം തന്നെയായിരുന്നു. ഒരു സിനിമാ കുടുംബത്തിൽ നിന്നായിട്ട് പോലും സിനിമയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സംവിധായകനിലേക്ക് എത്താൻ ഷാഫിക്ക് ഒരുപാട് കാലം സഹസംവിധായകനായും ചേട്ടൻ്റെ സിനിമകളിൽ അസിസ്റ്റൻ്റായും ഒക്കെ വർക്ക് ചെയ്ത് വളരെ പരിശ്രമിച്ച് തന്നെയാണ് ഷാഫി സിനിമയിലേക്ക് കടന്നു വരുന്നത്. ശേഷം ഒരു വൺ മാൻ ഷോ എന്ന ആദ്യ ഹിറ്റ് ചിത്രത്തിലൂടെ പിന്നീട് അങ്ങോട്ട് ഷാഫിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. കാരണം അടുത്തടുത്തായി സംവിധാനം ചെയ്ത എല്ലാ സിനിമകളും ഹിറ്റ് ചിത്രങ്ങൾ, അത് ഒരേ സ്റ്റൈലിൽ ഇത്രയധികം ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിക്കുന്ന മറ്റൊരു സംവിധായകൻ മലയാള സിനിമയിൽ, അത്രയധികം ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകൻ മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാം ഒരേ തരത്തിലുള്ള കോമഡി പടങ്ങളാണ്. എന്നാൽ അത് നമുക്കൊരു ആവർത്തന വിരസതയോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നുകയുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ ഈ ഷാഫിയുടെ സിനിമകൾ എന്ന് പറയുന്നത് മലയാളിക്ക് അത്രയധികം പ്രിയപ്പെട്ടത്, മലയാളി അത്രയധികം ചേർത്ത് വെച്ച സിനിമകൾ തന്നെയായിരുന്നു. ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഷാഫി മടങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഷാഫിയുടെ സിനിമകൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ മലയാള സിനിമയിൽ നർമ്മം അല്ലെങ്കിൽ ഹാസ്യം മരിക്കുന്നു, അല്ലെങ്കിൽ ഹാസ്യത്തിൻ്റെ ഒരു കുറവുണ്ടാകുന്നു എന്ന് ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഷാഫിയുടെ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മൾ തുടർച്ചയായി കുറേ വർഷങ്ങളായി ചർച്ച ചെയ്തു പോരുന്ന ഒരു കാര്യമാണ്. കാരണം മലയാള സിനിമയിൽ ഈ വയലൻസും കാര്യങ്ങളുമൊക്കെ തന്നെ പ്രധാന വിഷയങ്ങളാകുന്നു. മലയാള സിനിമയിൽ ഹാസ്യം മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് പല ആളുകളും, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഷാഫിയുടെ ഒരു മരണമുണ്ടാകുന്നത്. അത് ഒരു ഷാഫിയുടെ ഒരു സംഭാവന എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഹാസ്യത്തിൻ്റെ ഒരു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം മലയാളികൾ ഓർത്തു വെക്കുന്ന ഈ പോഞ്ഞിക്കരയും അതുപോലെ മണവാളിനും അടക്കമുള്ള കഥാപാത്രങ്ങൾ അത്രയധികം ഓർത്തു വയ്ക്കപ്പെടും. അത് ഇനിയും ഓർത്തു വയ്ക്കപ്പെടുമെന്ന് തന്നെയാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞ് അവസാനിക്കുന്ന ഒരു തരത്തിലുള്ള നർമ്മമോ ഹാസ്യമോ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മാത്രം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മാത്രം ചിരിക്കാൻ സാധിക്കുന്ന ഒരു നർമ്മമോ ഹാസ്യമോ അല്ല ഷാഫിയുടെ സിനിമകളിലേത് എന്നത് തന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പോഴത്തെ ട്രോളുകളിലും മീമുകളിലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ജനറേഷനിലുള്ള ആളുകളുടെ സംസാരത്തിൽ പോലും അത്രയധികം ഷാഫിയുടെ സിനിമകളിലെ ഡയലോഗുകൾ, ഈ പോഞ്ഞിക്കരയുടെ ഡയലോഗുകൾ, മണവാളൻ്റെ ഡയലോഗുകൾ, പ്യാരിയുടെ ഡയലോഗുകളൊക്കെ അത്രയധികം ഈ കാലഘട്ടത്തിലെ ആളുകൾ പോലും ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു നർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹാസ്യത്തിൻ്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ആ ഒരു ഹാസ്യത്തിൻ്റെ ഒരു വേവ് ലെങ്ത്ത് നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അത്രയധികം ഈ ഒരു കാലഘട്ടത്തിലും ഷാഫിയുടെ സിനിമകൾ പ്രസക്തമാണ്. ഷാഫി പല സമയത്തും പറഞ്ഞൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അതായത് എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് വലിയ അർത്ഥതലങ്ങളുള്ള, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ വിമർശിക്കപ്പെടാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമകളല്ല എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു 2.5 മണിക്കൂർ തിയേറ്ററിലെത്തുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ സിനിമകൾ കണ്ടാൽ അത് തൻ്റെ സങ്കടങ്ങളെല്ലാം മറന്ന്, ദുഃഖങ്ങളൊക്കെ മറന്ന് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് ആയിരിക്കും എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത്. എല്ലാ സിനിമകളും ആ ഒരു തരത്തിൽ തന്നെ ആയിരിക്കണം. തനിക്ക് ആ ഒരു തരത്തിൽ ആളുകളെ ചിരിപ്പിക്കാനാണ് തനിക്ക് ഇഷ്ടം എന്ന് ഷാഫി പല തവണ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു ഷാഫിയുടെ സിനിമകളുടെ ഒരു സിനിമകൾ എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യവും ഷാഫി അത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഹാസ്യം സിനിമകൾ എടുക്കുന്നത് എന്നൊക്കെ ഷാഫി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കാര്യമാണ്. കാരണം കുടുംബത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഒരു കലാകാരന്മാരും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു, നിരന്തരം ഹാസ്യം പറയുന്ന ആളുകളായിരുന്നു കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇപ്പം സിദ്ദിഖാണെങ്കിലും ഒപ്പം സഹോദരൻ റാഫി ആണെങ്കിൽ പോലും അത്തരത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ
ഷാഫിക്ക് അത്തരത്തിലൊരു ഹാസ്യത്തിൻ്റെ ഒരു ചേരുവ കിട്ടിയിരുന്നു. ആ ഒരു ചെറുപ്പം മുതലേ ആ ഒരു ഹാസ്യത്തിലേക്ക്, ആ ഒരു ഹാസ്യത്തിൻ്റെ ഇതിലേക്ക് ഷാഫി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഹാസ്യമല്ലാതെ ഒരു സിനിമ എടുക്കാൻ എനിക്ക് സാധിക്കില്ല, ആ ഒരു ഹാസ്യത്തിലേക്കാണ് താൻ എന്നും നോക്കിക്കൊണ്ട് ഇരുന്നത് എന്നാണ് ഷാഫി പലവട്ടം ഇൻ്റർവ്യൂകളിലടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ സിനിമ എന്ന് പറയുന്നത് ഷാഫി ജീവിതം അറിയുന്നതിനേക്കാൾ മുൻപ് സിനിമ അറിഞ്ഞു എന്ന് വേണം പറയാം. അത്രയും ചെറുപ്പം മുതൽ ഷാഫിയുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള, ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വീട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ലിഡിയ ജേക്കബ് നൽകിക്കൊണ്ടിരിക്കുന്നത്.